നിങ്ങൾ ഉണ്ണിമൂന്നിൻ്റെ അടുത്ത് എപ്പോഴാണ് നിങ്ങളുടെ കഥയായിട്ട് പോയത്? ഞാൻ പോയത് ഒരു 2019, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, ഒക്ടോബർ 5. അന്നാണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോണത്. അതായത് ആ സമയത്ത് നിങ്ങളുടെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരുന്നു? എൻ്റെ ഷോർട്ട് ഫിലിം 2019 മാർച്ച് 2 റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കഥയാണോ അതോ വേറെ സബ്ജക്റ്റ് ആയിട്ടാണോ ഉണ്ണിമൂന്നിൻ്റെ അടുത്ത് പോയത്? ഞാൻ വേറൊരു സ്ക്രിപ്റ്റായിട്ട് വേറൊരു കണ്ടന്റ് ആയിട്ടാണ് പോയത് ആക്ച്വലി. ഉണ്ണിമൂന്നിന് ഈ കഥ എങ്ങനെയാണ് മാളികപ്പുറമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയുന്നത്? ഉണ്ണിമൂന്നൻ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഉറപ്പായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ഉണ്ണിമൂന്നൻ ഹീസ് നോട്ട് എ റൈറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഉണ്ണിമൂന്നൻ ഉറപ്പായിട്ടും ഒരു റൈറ്ററെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഉണ്ണിമൂന്നിനെ കണ്ടിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളി ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാം ബെറ്റർ ആയിട്ടുള്ള 2-3 വർക്കൊക്കെ അയച്ചു കൊടുത്താൽ ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തു. ആ ഷോർട്ട് ഫിലിം അന്ന് റിലീസ് ചെയ്ത സമയത്ത് ഓൺലൈൻ മീഡിയാസിൽ, അതായത് മെയിൻ സ്ട്രീം മീഡിയാസിലുണ്ടായിരുന്നു. മാതൃഭൂമി മനോരമ, മറുനാടൻ മലയാളി, ഇന്ത്യൻ എക്സ്പ്രസ്, സത്യമൂണ, അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയാസിൽ ഇതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിക്ക്. അതുകൊണ്ട് മുതൽ ഞാൻ ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ അത് കണ്ടു കാണണം. പിന്നെ ഞാൻ പോണ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പുള്ളി ഒരു സിനിമ കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. മേപ്പടിയാൻ പറഞ്ഞ സിനിമയായിരുന്നു അത്. വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ പടമാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, മേപ്പടിയാൻ്റെ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. മേപ്പടിയാൻ്റെ ക്ലൈമാക്സും നോർമലി എൻഡ് ചെയ്യണത് ശബരിമല കറുപ്പെടുത്ത് ആടി വെച്ചൊരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലുള്ള പടത്തിൻ്റെ ക്ലൈമാക്സിന് എൻഡ് ചെയ്യണത്. പിന്നെ മാളികപ്പുറം കോവിഡിന് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് ആളുകളൊക്കെ വന്ന സമയത്ത് മാളികപ്പുറം അനൗൺസ് ചെയ്ത്, പിന്നെ ഞാനും കുറേ പേര് എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം മീഡിയയിലത്തെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. ഏഷ്യനെറ്റിൽ നിന്നായിക്കോട്ടെ കുറേ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ എന്നോട് നേരിട്ട്. അപ്പോൾ നമ്മളത്രയും ഒരു അലിഗേഷൻ വലിയ പ്രൊഡക്ഷനെതിരെ പറയുമ്പോൾ ഉറപ്പായിട്ടും നാളെ നമ്മളപ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് സിനിമ ഗ്രഹിച്ചിട്ട് കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ആർട്ടിസ്റ്റിനകത്തും പ്രൊഡക്ഷനിലും ഡയറക്ടറത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവരുന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയണം തോന്നിയത്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ താങ്കൾ കണ്ടിരുന്നു? പടം കണ്ടു. പടം കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത് എന്തെങ്കിലും തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, പുള്ളി സിനിമയിലൊക്കെ ഉള്ളതാണ്. ഞാൻ പുള്ളിയെ പേരൊന്നും റിവീൽ ചെയ്യുന്നില്ല, പുള്ളിയൊരു ബുദ്ധിമുട്ടായിരുന്നുണ്ട്. പക്ഷേ പുള്ളി എനിക്കെന്താ വെച്ചാൽ ഞാനത് എൻ്റെ മാത്രം പ്രശ്നമാണോ, അത് എനിക്ക് തോന്നലാണ്, മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾക്ക് അറിയാം ഞാൻ പോയ ട്രാവലിങ്ങും പുള്ളിയെ കണ്ട കാര്യങ്ങളും. പുള്ളിയെ ഞാൻ പോയി കണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഇത് ഓക്കെയാണ്. മറ്റൊരാൾക്ക് ഇത് കാണുമ്പോഴും പറയുമ്പോഴായിരിക്കും അവർക്ക് ഇവനെ ഏതാണെന്ന് ചോദിക്കും ഓപ്പണായിട്ട്. പക്ഷേ അന്ന് നിങ്ങളുടെ സബ്ജക്റ്റ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മാളികപ്പുറം അനൗൺസ്മെൻറ്റ് വന്നു. മാളികപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന് തോന്നും. ആ സമയത്ത് എന്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ണീനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ അന്ന് നമ്മൾ ഈ ശബരിമലേൻ്റെ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ കോവിഡിൻ്റെ ടൈമല്ലേ. അപ്പോൾ നമ്മൾ ലൈഫൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡിൽ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അതും ഞാനൊരു നോർമൽ കോമൺ പേഴ്സൺ, ഒരു സാധാരണ ആളാണ്. അപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾ അത്രയും പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ സിനിമകളൊക്കെ ഒന്നും ഞാൻ ഓപ്പണായി പറഞ്ഞ കോവിഡിന് മുമ്പുള്ള ഉണ്ണിമൂന്നിനും ആഫ്റ്റർ കോവിഡും ബിഫോർ കോവിഡ് ഉണ്ണിമൂന്നിനും എടുത്തു കഴിഞ്ഞാൽ, ബിഫോർ കോവിഡിന് മുമ്പുള്ള ഒരു സിനിമ പോലും തിയേറ്റർ വർക്കിംഗ് അല്ലാത്തൊരു സിനിമ ഉണ്ണിമൂന്നിൻ്റെ കരിയർ ത്രൂ എടുത്തു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ ഉണ്ണിമൂന്നിൻ്റെ സിനിമ ഒരു മിനിമം കളക്ഷൻ പോലും ഇല്ല. ഒരാൾ ഉണ്ണിമൂന്നിൻ്റെ സിനിമ കാണാറില്ല എൻ്റെ ഒരു ധാരണ. കാരണം തിയേറ്റർ നിങ്ങൾക്ക് തന്നെ അറിയാം, ബിഫോർ കോവിഡിൽ ഒറ്റ സിനിമ ഉണ്ണിമൂന്നിൻ്റെ തിയേറ്ററിൽ ആരുകൾ കയറി കണ്ടിട്ട് എനിക്കറിയില്ല. ജസ്റ്റ് ആഫ്റ്റർ കോവിഡിൽ ആ കണ്ടൻറ്റ് പുള്ളി എടുത്ത് ചെയ്ത് പുള്ളിക്ക് ഒരു കരിയർ ബെസ്റ്റ് ഉണ്ടായി ഇല്ലേ. പക്ഷേ നിങ്ങൾക്കൊന്ന് അന്നും വേണമെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നല്ലോ. ചോദിക്കാമായിരുന്നു, സാഹചര്യങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഞാനത് അങ്ങനെ എനിക്കെന്തോ അന്ന് പറ്റിയില്ല. പക്ഷേ ഞാൻ റിലീസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പടം കണ്ടപ്പോൾ സിനിമ നമ്മളൊരു ഷോർട്ട് ഫിലിം ഒരു വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. കണ്ടൻറ്റ് സെയിം വളരെ ഷോർട്ട് ടൈമിലാണ്. 22 മിനിറ്റ് 21.58 22 മിനിറ്റ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടൻറ്റിൻ്റെ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി സ്റ്റോറി ലൈൻ, ഒരു ഡ്രാമ അങ്ങനെ പോകണത്. സെക്കൻഡ് ഹാഫ് ട്രാവലിംഗ് ആ സിനിമയുടെയും ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ സെയിം തീമാണ്. ഡയലോഗ് വരെ നമ്മുടെ ഷോർട്ട് ഫിലിം ഡയലോഗ് വരെ ആ സിനിമയിലുണ്ട്. കുറേ 1-2 പോർഷനിലൊക്കെ സെയിം ഡയലോഗ് അതിലുണ്ട്.